CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളിനേഴി പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ് നിലം പൊത്തിയ നിലയിൽ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വെള്ളിനേഴി CPI ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസം നടത്തി. അറിവിനെയും ശാസ്ത്രത്തെയും അന്ധവിശ്വാസമാക്കി മാറ്റാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് MP രാജേഷ് MP. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെയും വിജയോത്സവവും സ്ഥാപക ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ലോഹിതദാസ് യാത്രയായിട്ട് 8 വർഷം. നാടിന്റെ ആദരവായി നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്മാരകം വിയോഗത്തിന്റെ 8ാം വാർഷികത്തിലും മറവിയുടെ മായാലോകത്ത്. ഒറ്റപ്പാലം ഗതാഗതക്കുരുക്കിന് പ്രശ്നപരിഹാരമായി ബൈപ്പാസ് സർവേ നടപടികൾ ആരംഭിച്ചു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ കീഴിലാണ് സർവേ തുടങ്ങിയത്. കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളിനേഴി പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ് നിലം പൊത്തിയ നിലയിൽ. മഴ കനത്തതോടെ വില്ലേജ് ഓഫീസ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. 26 വർഷമായി വെള്ളിനേഴി പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസ് പൊളിഞ്ഞു വീഴാറായ നിലയിലാണ്. മഴ കനത്തു പെയ്തതോടെ വില്ലേജ് ഓഫീസ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഓഫീസിൽ വെള്ളം കയറി ഫയലുകളൊന്നും സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ. ചോർച്ചയുള്ളതിനാൽ വൈദ്യുതി തറയിലൂടെ പ്രവഹിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കാത്ത നിലയിലാണിപ്പോൾ. വെള്ളം കയറിയതുമൂലം ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസിൽ വരുന്ന ജനങ്ങളും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണ്. എന്നാൽ വില്ലേജ് ഓഫീസിൽ നിന്നും ശോചനീയാവസ്ഥ കാണിച്ച് കളക്ടർക്കും തഹസിൽദാർക്കും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ PWD എഞ്ചിനീയർ പുതിയ കെട്ടിടത്തിനുള്ള പ്ലാൻ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ലിസ്റ്റിൽപ്പെട്ടതാണ്. എന്നാൽ നാളിതുവരെയായും സ്മാർട്ടായ ഒരു പുരോഗതിയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. വെള്ളിനേഴി വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വെള്ളിനേഴി CPI ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസം നടത്തി. CPI പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലങ്കുന്ന് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. അയ്യോ നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? വെള്ളിനേഴി വില്ലേജ് ഓഫീസ് ചോർന്നൊലിച്ചു തരിപ്പണമായി ഫയലുകളെല്ലാം വെള്ളത്തിലും CPI MLAക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും എന്നാൽ MLA യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല എന്നും CPI ആരോപിച്ചു. ഈ 1 വർഷക്കാലമായി ഈ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല ബന്ധപ്പെട്ട അധികാരികൾ എന്നതാണ് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ കഴിയുക. വില്ലേജ് ഓഫീസറും വില്ലേജ് ഓഫീസിലെ മറ്റ് ജീവനക്കാരും ശ്രീ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്നത് പോലെ കസേരയുടെ മുകളിൽ കയറിയാണ് ഇപ്പോൾ ഇരിക്കേണ്ട സ്ഥിതി. കാരണം വെള്ളിനേഴി വില്ലേജ് ഓഫീസിൻ്റെ ഉള്ളിൽ അരയ്ക്കൊപ്പം വെള്ളമാണ് എന്ന സ്ഥിതിയിലാണ്. ഫയലുകളെല്ലാം ദ്രവിച്ചു പോയിക്കൊണ്ട് ഇതിലെ ഫർണിച്ചർ സാധനങ്ങൾ കട്ടില ജനലുകൾ മുഴുവൻ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്ര കാലമായി യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല എന്നതാണ്. അത് ആരെ വെല്ലുവിളിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞ വർഷക്കാലത്ത് ഞങ്ങൾ ഈ വെള്ളിനേഴി വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനം വെള്ളിനേഴി പഞ്ചായത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് മാറ്റി ഈ വെള്ളിനേഴി വില്ലേജ് ഓഫീസിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MLAനെ രേഖാമൂലം കത്തും കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും എടുത്തതായി കാണുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ഈ വില്ലേജ് ഓഫീസറെ കൈയൊഴിയില്ല എന്നാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ള വിശ്വാസം. അതുകൊണ്ട് MLA നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വെള്ളിനേഴി വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനം വെള്ളിനേഴി പഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ വെള്ളിനേഴി വില്ലേജ് ഓഫീസ് കെട്ടിടം എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങൾ അതിൻ്റെ ഒരു തീരുമാനം ലഭിക്കുന്നത് വരെ ഈ വെള്ളിനേഴി വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോവില്ല എന്നതും കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തും നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല. വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുന്നതുവരെയും ഉപവാസം തുടരുമെന്നും അവർ അറിയിച്ചു. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. ഒറ്റപ്പാലം ഗതാഗതക്കുരുക്കിന് പ്രശ്നപരിഹാരമായി ബൈപ്പാസ് സർവേ നടപടികൾ ആരംഭിച്ചു. റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ കീഴിലാണ് സർവേ തുടങ്ങിയത്.
നഗരത്തിൽ വർഷങ്ങളായി മുങ്ങിക്കിടക്കുന്ന ബൈപ്പാസ് പദ്ധതി നിർവഹണ ഘട്ടത്തിലേക്കായി. പാലാട്ട് റോഡിനെയും ഈസ്റ്റ് ഒറ്റപ്പാലം വടക്കേ പാതയെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ബൈപ്പാസിന്റെ സർവേ തുടങ്ങി. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. കിഫ്ബിക്ക് സമർപ്പിക്കുവാനുള്ള DPR തയ്യാറാക്കുന്നതിനാണ് സർവേ. DPR തയ്യാറാക്കാനുള്ള ചുമതല റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ കിറ്റ്കോയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കിറ്റ്കോ ഏൽപ്പിച്ച സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ പാലാട്ട് റോഡിലും വടക്കേ പാതയിലും സർവേ നടന്നത്. വടക്കേ പാതയെയും പാലാട്ട് റോഡിനെയും കിഴക്കേ തോടിനു കുറുകെ പാലം നിർമ്മിച്ച് ബന്ധിപ്പിച്ചാണ് ബൈപ്പാസ് നിർമ്മാണം. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ തുടങ്ങും. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിൽ സ്ഥലമെടുപ്പിനും മറ്റുമായി 15 കോടി രൂപ വകയിരുത്തിയിരുന്നു. 10 വർഷം മുൻപ് വിഭാവനം ചെയ്ത ബൈപ്പാസ് പദ്ധതി സ്ഥലമേറ്റെടുപ്പിനെ ചൊല്ലി ഉയർന്ന തർക്കത്തെ തുടർന്ന് മുടങ്ങുകയായിരുന്നു. കഴിഞ്ഞ വർഷം P. ഉണ്ണി MLA പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർത്താണ് ജനങ്ങളുടെ ആശങ്കയകറ്റി പദ്ധതിയുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചിരുന്നത്. CCA ന്യൂസ് ഒറ്റപ്പാലം. മലയാള ചലച്ചിത്ര ലോകത്തെ കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് ലോഹിതദാസ് യാത്രയായിട്ട് ഇന്നേക്ക് 8 വർഷം. ലക്കിടി അകലൂരിൽ നാടിന്റെ ആദരവായി നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്മാരകം വിയോഗത്തിന്റെ 8ാം വാർഷികത്തിലും മറവിയുടെ മായാലോകത്താണ്. കണ്ണീർ പൂവിന്റെ കവിളിൽ കലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. ലോഹിതദാസ് ഏറെ സ്നേഹിച്ചിരുന്ന അകലൂരിൽ പേരിനൊരു അനുസ്മരണ സമ്മേളനം പോലുമില്ലാതെയാണ് ഇത്തവണ ചരമവാർഷിക ദിനം കടന്നുപോകുന്നത്. സിനിമാ ലോകവും ജനപ്രതിനിധികളും നാടും അവഗണിച്ച ദിവസം ഓർക്കുന്നത് കേവലം കുടുംബവും ഏതാനും സുഹൃത്തുക്കളും മാത്രം. മുൻ വർഷങ്ങളിൽ അകലൂരിലെ യുവാക്കളുടെ കൂട്ടായ്മയിൽ നടന്നിരുന്ന അനുസ്മരണ ചടങ്ങും ഇത്തവണയില്ല. മനുഷ്യജീവിതത്തിന്റെ നന്മയൂറുന്ന കഥകൾ കൊണ്ട് പ്രേക്ഷക ഹൃദയം സ്പർശിച്ച ലോഹിതദാസ് 2009 ജൂൺ 28-നാണ് ജീവിതത്തിന്റെ അരങ്ങൊഴിഞ്ഞത്. അകലൂരിലെ അമരാവതിയുടെ തെക്കേ വളപ്പിൽ അദ്ദേഹത്തിന്റെ ചിത എരിഞ്ഞു തീരും മുൻപ് ജനപ്രതിനിധികളും സിനിമാ ലോകത്തെ അധികായരും പങ്കെടുത്ത അനുസ്മരണ വേദിയിലായിരുന്നു സ്മാരകം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം. സംവിധാനം ചെയ്ത് ബോധക്കണ്ണാടി 12 പടം സംവിധാനം ചെയ്തു. താൻ ഏതൊരു വ്യക്തിയെയും ജനങ്ങളുടെ മുന്നിലേക്ക് ആളുടെ സ്മാരകമായി നിൽക്കുന്നത് അവർ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ്. ഒരു വ്യക്തിയുടെ സ്മാരകം ആ വ്യക്തി ചെയ്ത കർമ്മ ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വെറും പ്രഖ്യാപനങ്ങളുടെ തനിയാവർത്തനമായി മാറിയ സ്മാരകത്തെക്കുറിച്ച് ഉത്തരവാദപ്പെട്ടവർ പിന്നീട് മിണ്ടിയിട്ടില്ല. തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ 40-ലേറെ സിനിമകൾ കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ലോഹിതദാസ് സ്വയം തീർത്ത സ്മാരകം ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു. CCA ന്യൂസ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം വീണ്ടും ബഹളത്തിൽ കലാശിച്ചു. PMAY പദ്ധതി അട്ടിമറിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ ഉപരോധ സമരം ചർച്ച ചെയ്യാൻ ചെയർമാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് അംഗങ്ങൾ യോഗത്തിൽ ബഹളം വെച്ചത്. PMAY പദ്ധതിയുടെ ആനുകൂല്യ വിതരണം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട സെക്രട്ടറിയുടെ ഓഫീസിൽ സമരം നടത്തിയ കൌൺസിലർമാർക്കു നേരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് 3 മണിക്കൂറോളം നീണ്ട തർക്കവും ബഹളവും നടന്നത്. അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി അജണ്ടയ്ക്ക് മുൻപ് ചർച്ച ചെയ്യണമെന്നായിരുന്നു UDF, BJP, സ്വതന്ത്ര മുന്നണി അംഗങ്ങളുടെ നിലപാട്. ഇത് പരിഗണിക്കാനാകില്ലെന്ന് ചെയർമാൻ അറിയിച്ചതോടെ അംഗങ്ങൾ ബഹളം തുടങ്ങുകയായിരുന്നു. തന്റെ ചേംബറിൽ കക്ഷി നേതാക്കളെ വിളിച്ചു ചർച്ച നടത്താമെന്ന ചെയർമാന്റെ നിർദ്ദേശവും പ്രതിഷേധക്കാർ അംഗീകരിച്ചില്ല. യോഗം തൽക്കാലത്തേക്ക് നിർത്തി ചെയർമാൻ NM നാരായണൻ നമ്പൂതിരി ചേംബറിലേക്ക് പോയെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല. ചെയർമാൻ വീണ്ടും കൌൺസിൽ ഹാളിലെത്തി നടത്തിയ സമവായ ശ്രമങ്ങളും ഫലം കണ്ടില്ല. പോലീസ് നടപടിയിൽ പ്രതിഷേധമുള്ള അംഗങ്ങൾക്ക് യോഗത്തിൽ അപലപിക്കാമെന്ന നിർദ്ദേശവും അവഗണിച്ച CPM ഇതര അംഗങ്ങൾ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ചെയർമാൻ എന്ന നിലയിൽ താൻ വ്യക്തിപരമായി അപലപിക്കാമെന്ന നിർദ്ദേശവും അവഗണിച്ച അംഗങ്ങൾ കൌൺസിൽ ഒന്നടങ്കം അപലപിക്കണമെന്നും ശഠിച്ചതോടെയാണ് യോഗം അവസാനിപ്പിച്ചത്. കൗൺസിൽ യോഗം ഇതിനെ അപലപിച്ചു എന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിന് അനുവദിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അപ്പുറത്ത് നിർബന്ധിക്കുന്നതെങ്കിൽ ഈ കൗൺസിൽ യോഗത്തിൽ തുടർന്ന് സഹകരിച്ചിരിക്കാൻ
കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. ഇക്കാര്യം മാത്രം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരണമെന്നും രേഖാമൂലം ആവശ്യപ്പെട്ടതായി UDF കക്ഷി നേതാവ് സത്യൻ പെരുമ്പർക്കോട് അറിയിച്ചു. CCN ന്യൂസ് ഒറ്റപ്പാലം. മണ്ണും വെള്ളവും അടങ്ങുന്ന പ്രകൃതി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സാക്ഷരതാ മിഷൻ രംഗത്ത്. പുഴ സംരക്ഷണത്തോടുകൂടി മാത്രമേ അതിന് സാധിക്കൂ എന്ന തിരിച്ചറിവോടുകൂടിയാണ് സാക്ഷരതാ പ്രവർത്തകർ പ്രകൃതി സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങിയത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണത്തിനും കരിമ്പുഴ പുഴ സംരക്ഷണത്തിനുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെയും മുണ്ടൂർ IRTCയുടെയും നേതൃത്വത്തിൽ കരിമ്പുഴ പുഴയോരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. മണ്ണൊലിപ്പ് തടയുന്നതോടൊപ്പം പുഴയിലെ നീരൊഴുക്ക് നിലനിർത്തുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈശ്വരമംഗലം മുക്കിരിക്കാട് മനയോട് ചേർന്നുള്ള പുഴയിലെ കിലോമീറ്റർ ദൂരത്തിലാണ് മുളന്തൈകളും കണ്ടൽ വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN ഷാജുശങ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുഴ സംരക്ഷിക്കുക എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ നിളയെ സംരക്ഷിക്കാൻ മാത്രമായി ഒരു പദ്ധതി രൂപീകരിക്കപ്പെട്ട സ്ഥലമാണ്. ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ചേർന്ന് കഴിഞ്ഞ പരിസ്ഥിതി ദിനാചരണം ദിവസം പുഴ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മുടെ ഈ പുഴയുടെ പാർശ്വങ്ങളിൽ മുളന്തൈകൾ വെച്ച് സംരക്ഷിക്കാനാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. K. ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. T. രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം MK ദേവി, കോമളം, KM ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുളങ്കൂട്ടം പ്രകൃതിക്ക് എന്തിന്, ആവശ്യകത എന്ത് എന്ന വിഷയത്തിൽ മുണ്ടൂർ IRTC പ്രൊഫസർ ഡോക്ടർ സീതാലക്ഷ്മി ക്ലാസ് എടുത്തു. CCN ന്യൂസ് ശ്രീകൃഷ്ണപുരം. ഒറ്റപ്പാലം പനമണ്ണയിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ബസ് കത്തുന്നത് നാട്ടുകാർ കണ്ടത്. തുടർന്ന് ബസ് ഉടമ കുട്ടി മൊയ്തുവിനെ വിവരമറിയിച്ചു. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ കാണാം.